പ്രേം, ഈ തുർക്കി സൈന്യത്തിൻ്റെ ചരക്ക് വിമാനം ജോർജിയയിൽ തകർന്നു വീണു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? അതിൽ പിന്നെ ഈ വൈമാനികൻ അല്ലാതെ മറ്റ് എന്തെങ്കിലും മരണസംഖ്യയോ ഏതെങ്കിലും ആരെങ്കിലും മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും വാർത്തയുണ്ടോ? ഏപ്പൻ ചേട്ടാ, ഇത് ഒരു സൈനിക വിമാനം, അതും ഈ തുർക്കിയുടെ C-130, അതായത് ഹെർക്കുലീസ് എന്നാണ് അതിനെ പൊതുവെ അറിയപ്പെടുക. ചരക്ക് വിമാനം ഏത് ദുർഘട പ്രതിസന്ധിയിലും യാത്രയ്ക്ക് സജ്ജമാകുന്ന അത്രയ്ക്ക് കരുത്തുറ്റ ഒരു വിമാനമാണ് ഈ ഹെർക്കുലീസ് എന്ന് പറയുന്നത്. അതായത് പൊട്ടിപ്പൊളിഞ്ഞ റൺവേയിലാണെങ്കിൽ പോലും പറന്നുയരാൻ തക്ക ശേഷിയുള്ള 4 എഞ്ചിൻ കരുത്ത് പകരുന്ന എന്ത് പ്രതിസന്ധി വന്നാലും ചങ്കൂറ്റത്തോടെ നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിമാനമാണ് ഈ ഹെർക്കുലീസ് C-130 എന്ന് പറയുന്ന വിമാനം. അപ്പൊ ആ വിമാനം പല രാജ്യങ്ങളും വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ്. അതിന് ഈ തകർന്നു വീണ വിമാനത്തിന് 57 വയസ്സ് പ്രായമുണ്ട്. ഇവര് സൗദി അറേബ്യയിൽ നിന്ന് 2012 ഇത് ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി നിർമ്മിച്ച ഒരു വിമാനമാണ്. ഇപ്പൊ 2012 തുർക്കി വാങ്ങിയതിന് ശേഷം നടത്തി 2022 ഇത് വ്യോമസേനയിൽ നിരന്തരമായ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോ 57 വർഷം പഴക്കമുള്ള വിമാനമാണെങ്കിലും അതിന് കാലാനുസൃതമായിട്ട് പല ഭേദഗതികളും വരുത്തിയാണ് അവര് ഇതിന് സർവീസിന് പ്രാപ്തമാക്കിയത്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ ഈ വിമാനത്തിന് കാലപ്പഴക്കമുണ്ടെങ്കിലും അത് പറക്കാൻ യോഗ്യമാണ്. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് ഇതിന്റെ അവസാന അറ്റകുറ്റപ്പണി. ഒക്ടോബർ 18 മറ്റോ ആണ്, ഒക്ടോബർ 12 അവസാന അറ്റകുറ്റപ്പണി നടന്നത്. അപ്പോ ഈ വിമാനത്തിന് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ യാതൊരു പ്രശ്നവുമില്ല. അതുകൂടാതെ ഇതിന് ഏതെങ്കിലും തരത്തിൽ ഈ വിമാനം തകർന്നു വീഴുന്നതിന് മുമ്പ് അതിലെ വിമാനത്തിലെ പൈലറ്റുമാർ ഈ റേഡിയോ ട്രാൻസ്പോണ്ടർ ഉപയോഗിച്ചതായിട്ട് ഒരു തെളിവ് കിട്ടിയിട്ടില്ല. അതായത് ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പൈലറ്റുമാർ അപായ സന്ദേശം അയക്കും. ഒന്നുമില്ലെങ്കിൽ എവിടെയാണോ ഇതിന്റെ എയർ ട്രാഫിക് കൺട്രോൾ ഉള്ളത് അവരുമായിട്ട് ബന്ധപ്പെട്ട് മെയ്ഡേ സന്ദേശമെങ്കിലും അറിയിക്കേണ്ടതാണ്. ഞങ്ങൾ തകർന്നു പോകുന്നു എന്നുള്ള വിവരം അറിയിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു വിവരം ഇതുവരെ അവര് പുറത്തുവിട്ടതായിട്ട് വിവരമില്ല. അപ്പൊ ഇതിന്റെ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും ബ്ലാക്ക് ബോക്സും ഒക്കെ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും സുപ്രധാന വിവരം കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. ഇത് തുർക്കിയുടെ ഒരു കാർഗോ വിമാനം. ഇത് അസർബൈജാനിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അസർബൈജാനിലെ അവര് അർമേനിയക്കെതിരെ 2020 നടന്ന യുദ്ധത്തിന്റെ വിജയദിന വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് തുർക്കിയുടെ അമേരിക്കൻ നിർമ്മിത F-16 എന്ന് പറയുന്ന വിമാനങ്ങൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുണ്ടായ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സംഘമാണ് തുർക്കിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയത്. 10 ടെക്നീഷ്യന്മാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. മറ്റ് ജീവനക്കാരടക്കം 20 പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പൊ തുർക്കി സൈന്യം ഇപ്പൊ പറയുന്നത് ഈ വിമാനത്തിൽ യാതൊരു തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളും കരുതിയിരുന്നില്ല, ഒരു തരത്തിലുള്ള ആയുധങ്ങളും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഈ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അറ്റകുറ്റപ്പണിക്ക് വേണ്ട സാധന സാമഗ്രികളും ഉണ്ടായിരുന്നു. ഇത്ര മാത്രമാണ് തുർക്കി സേന പുറത്തുവിടുന്ന വിവരം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യം, ഈ വിമാനം തകരുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ദൃശ്യത്തിൽ കാണുന്നത് ഈ വിമാനം തകർന്നു വീഴുന്നതിന് മുമ്പ് തന്നെ 3 കഷണങ്ങളായി തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ ഇത്രയും കരുത്തുറ്റ ഒരു സൈനിക വിമാനം, ചരക്ക് വിമാനം ഹെർക്കുലീസ് C-130 എന്ന് പറയുന്ന വിമാനം ഒരു കാരണവശാലും അങ്ങനെ ആകാശത്ത് വെച്ച് 3 കഷണമാകാൻ സാധ്യത തീരെ ഇല്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. ഇനി അങ്ങനെ ആകാശത്ത് വെച്ച് ഇത് 3 കഷണമായിട്ടുണ്ടെങ്കിൽ അസാധാരണമായ എന്തോ ഒരു പ്രതിസന്ധി ഈ വിമാനം നേരിട്ടിട്ടുണ്ടാകണം. ഏതെങ്കിലും തരത്തിലൊരു സ്ഫോടനമോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസൈൽ ആക്രമണമോ സമാനമായ എന്തെങ്കിലും ഈ വിമാനത്തിന് നേരിട്ടിട്ടുണ്ടാകണം എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോ ഒരു സാധ്യതയും കൂടി ഇവിടെ വരുന്നുണ്ട്. മുമ്പ് റഷ്യ ഒരു കുറ്റസമ്മതം നടത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ അസർബൈജാന്റെ തന്നെ ഒരു വിമാനം റഷ്യ അബദ്ധവശാൽ, റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം വഴി അബദ്ധവശാൽ തകർത്തിരുന്നു. അത് ഈ മിസൈൽ പൊട്ടിത്തെറിച്ചതിന് അടുത്തായിട്ട്, അതായത് ഡ്രോണുകളെ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ച മിസൈൽ ഈ വിമാനത്തിന് സമീപം പൊട്ടിത്തെറിച്ചു. അങ്ങനെ അപകടം പറ്റിയെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്ന് അതിനെ വിശദീകരിച്ചത്. പക്ഷെ സമാനമായി ഒരു റഷ്യൻ ആക്രമണം ഈ വിമാനത്തിനെതിരെ ഉണ്ടായതായിട്ട് ഇതുവരെ റിപ്പോർട്ടില്ല, തെളിവില്ല, അങ്ങനെ ഒരു ആരോപണവുമില്ല. പക്ഷെ എങ്ങനെ ഈ വിമാനം തകർന്നു വീണു എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ വിമാനം തകർന്നു വീണത് ജോർജിയയിലെ
സിന്നാഗി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ആ വിമാന അവശിഷ്ടങ്ങൾ 3 ഭാഗമായിട്ടാണ് കിടക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വിമാനം തകർന്നു വീഴുന്നതിന് മുമ്പ് അതിന്റെ പിൻഭാഗം അറ്റുപോകാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഈ വിമാനം തകർന്നു വീഴുമ്പോൾ ഇതിന്റെ പിൻഭാഗം നേരത്തെ വേർപെട്ടിരുന്നു. ഇതിന്റെ മുൻഭാഗം സ്വാഭാവികമായി ഏതൊരു വിമാന അപകടം ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായി തകരും. പക്ഷെ ഇതിന്റെ മധ്യഭാഗം അത് ചിറകടക്കം ഒരു ചിറക് വേർപെടാതെ ഈ വിമാനത്തിന്റെ ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതെല്ലാം വളരെ അസാധാരണമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത്. അപ്പോ നമുക്ക് ഈ തുർക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ തുർക്കിയും ഇന്ത്യയുമായിട്ട് വലിയ രസത്തിലൊന്നുമല്ല. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തുർക്കിയുടെ സമാനമായിട്ടുള്ള കാർഗോ വിമാനങ്ങൾ പാകിസ്ഥാനിൽ വന്നിരുന്നു. തുർക്കിക്ക് രഹസ്യമായി ആയുധങ്ങൾ കൈമാറാൻ വേണ്ടി വന്ന വിമാനങ്ങളാണ്. അപ്പൊ അങ്ങനെ കൈമാറിയ തുർക്കി നിർമ്മിത ഡ്രോണുകളൊക്കെ ഇന്ത്യ പിന്നീട് വെടിവെച്ചിട്ട ചരിത്രവുമുണ്ട്. ഇപ്പൊ തുർക്കി ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഈ സംഭവമായിട്ട് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല. തുർക്കി പോലും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പക്ഷെ തുർക്കി എന്ന് പറയുന്നത് നാറ്റോ സഖ്യ രാജ്യത്തിൽപ്പെട്ട ഒരു രാജ്യമാണ്. അതായത് അമേരിക്കയുടെ സൈനിക സഖ്യ കക്ഷിയാണ് തുർക്കി. പക്ഷെ തുർക്കിയുടെ ചരിത്രത്തിൽ തന്നെ 2020 ശേഷം നടന്ന ഏറ്റവും വലിയ സൈനിക അപകടങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. അപ്പൊ ഈ വിമാനം 57 വർഷം മുമ്പ് നമ്മുടെ സൗദിയിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് ഞാൻ പറഞ്ഞു. തുർക്കിയുടെ കയ്യിൽ ഇപ്പോൾ ഇത്തരത്തിൽ 18 ചരക്ക് വിമാനങ്ങൾ ഹെർക്കുലീസ് C-130 വിമാനങ്ങളുണ്ട്. തൽക്കാലം ഈ വിമാനത്തിന്റെ അപകട കാരണം സംബന്ധിച്ച് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ഈ വിമാനങ്ങളെല്ലാം പറക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് തുർക്കി എടുത്തേക്കുന്നത്. അതെല്ലാം ഇപ്പോ നിലത്തിറക്കിയിട്ടേക്കാണ്. വേണ്ട പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ഈ വിമാനങ്ങൾ സർവീസ് അനുവദിക്കൂ എന്നുള്ളതാണ് തുർക്കി പറയുന്ന നിലപാട്. അപ്പൊ ഈ വിമാനത്തിന്റെ കാലപ്പഴക്കം ഒരു അപകട കാരണമാണ് എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. 57 വർഷമാണ് ഈ വിമാനത്തിന്റെ പഴക്കം കണക്കാക്കുന്നത്. പക്ഷെ ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ വിശ്വസനീയമായ വിമാനങ്ങളാണ്, വലിയ വിശ്വസ്തരാണ്. ഏത് സൈനിക വ്യൂഹത്തിനും ഹെർക്കുലീസ് വിമാനങ്ങൾ വളരെ വിശ്വസ്ത പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാലപ്പഴക്കമൊന്നും ഒരു വിഷയമേ അല്ല. കാരണം ഇതിന് കാലാനുസൃതമായി വരുന്ന ഭേദഗതികളൊക്കെ വരുത്തി, അതിന്റെ സാങ്കേതിക സംവിധാനത്തിലടക്കം ഭേദഗതികളൊക്കെ വരുത്തി വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട്, അതായത് പൂർണ്ണ സജ്ജമായ രീതിയിൽ തന്നെയാണ് എല്ലാ രാജ്യങ്ങളും എല്ലാ സൈനിക ശക്തികളും ഇത്തരം വിമാനങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ തുർക്കിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, തുർക്കി വിമാനത്തിന് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധർ പറയുന്നത് വളരെ അസാധാരണ സംഗതിയാണ്, ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ്. ഈ വിമാനത്തിന്റെ അപകട കാരണം സംബന്ധിച്ച് ഒറ്റ നോട്ടത്തിൽ ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കില്ല, പ്രാഥമികമായി പോലും ഒരു വിവരം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് തുർക്കിയുടെ പ്രതിരോധ മന്ത്രാലയം വിശദീകരണ കുറിപ്പായിട്ടും നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ ബ്ലാക്ക് ബോക്സും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും വിലപ്പെട്ട വിവരങ്ങൾ കിട്ടുമായിരിക്കും. അതിനുശേഷം മാത്രമേ ഇതിൽ പിന്നിൽ ഒരു അട്ടിമറി ഉണ്ടോ അതോ ഒരു മരണമോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ? ഇതില് വൈമാനികൻ അങ്ങനെ മരണസംഖ്യ മരണപ്പെട്ടവർ അങ്ങനെ ഇതില് ജീവനക്കാരുടെ മരണം അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു അസാധാരണ പ്രശ്നം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. 20 പേർ ഈ വിമാന അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് വിവരം. ഇതെല്ലാം ഈ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്ത് ചിന്നിച്ചെതറിയ അവസ്ഥയിലായിരുന്നു ഈ വിമാനത്തിന്റെ ഭാഗങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ഒക്കെ കിടന്നത്. ഇപ്പോ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് തുർക്കിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഔദ്യോഗിക നടപടികളൊക്കെ പൂർത്തിയാക്കിയ അവരുടെ അന്തിമ ചടങ്ങുകളൊക്കെ ഉടനെ തന്നെ നടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും തുർക്കിയെ സംബന്ധിച്ച് ഇത് വമ്പൻ തിരിച്ചടിയാണ്. കാരണം അവർ ഒരു സ്വയം അവകാശപ്പെടുന്നത് വമ്പൻ സൈനിക ശക്തി എന്ന് തന്നെയാണ്. ഇപ്പോ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇപ്പൊ അറബ് നാറ്റോ എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ഒരു സൈനിക മേധാവി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവരുടെ നേതൃത്വ സ്ഥാനത്തേക്ക് സ്വയം പ്രഖ്യാപിതമായി കടന്നു വരുന്ന ഒരു രാജ്യമാണ് തുർക്കി. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത്തരം ഒരു ചെറിയ തിരിച്ചടി പോലും വമ്പൻ നഷ്ടമാണ്, അല്ലെങ്കിൽ വലിയ പ്രതിച്ഛായ ഭംഗമാണ് അവർക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള നിസ്സംശയം പറയേണ്ടി വരും. പക്ഷേ ഒരു അട്ടിമറി ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്താണ് അതിന്റെ യഥാർത്ഥ കാരണമെന്ന് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ കാത്തിരിക്കുക തൽക്കാലം നിവൃത്തിയുള്ളൂ.